വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. എൻ്റെ ചാത്തൻ എൻ്റെ വീട്ടിലിരിക്കുന്നിടത്തോളം കാലം എനിക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല, ഒരു ഉപദ്രവങ്ങൾ എന്നെ തേടി വരില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആ ഒരു വിശ്വാസം, അവരുടെ ആ ആത്മവിശ്വാസം 100% സത്യസന്ധമായിരിക്കും. അവർക്കങ്ങനെ പറയണമെന്ന് വെച്ചെങ്കിൽ അവർക്കതിന് അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ ചാത്തൻ സ്വാമിയെ അല്ലെങ്കിൽ ആ മഠപതി മൂർത്തികളെ കൃത്യമായിട്ട് പരിപാലിക്കുന്ന ഒരാളായിരിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തിനുള്ള ആധാരം. എൻ്റെ ചാത്തൻ എന്നെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ ആ മൂർത്തിനെ അത്രയധികം ആ ഉപാസകൻ അല്ലെങ്കിൽ ആ വ്യക്തി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഈ ചാത്തൻ സ്വാമി എന്ന് പറയുമ്പോൾ പൂർവികര് വളരെ പുരാതനമായിട്ടുള്ള കാലം മുതൽ തന്നെ സേവയും ഉപാസനകളും ചെയ്ത് മൂർത്തി ഫലത്തോടുകൂടി ആ ഉപാസന ശക്തിയോടുകൂടി മൂർത്തികളെ ആവാഹിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ പഠിച്ച് സേവിച്ചു കൊണ്ടുവന്ന് നാലിൻ്റെ നടുമുറ്റത്തോ അല്ലെങ്കിൽ അവരുടെ പാണ്ഡ്യം പടിഞ്ഞാറ്റിലോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് കൃത്യമായിട്ടുള്ള സ്ഥാനം കൊണ്ടോ കുടിയിരുത്തി അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കയ്യൊത്തുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങൾ ചെയ്തതിന് ആചരിച്ചു വന്നിരുന്ന ആ ആചാരത്തിലൂടെ തന്നെ കർമ്മങ്ങൾ അപ്പോഴും അവർക്ക് കുറയില്ല, ഉപാസനകൾ കുറയില്ല. അവരതിന് ചെയ്തുകൊണ്ടേയിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്നമാതിരി ചെയ്തിരുന്നു. നിത്യം കുളിക്കുക, അദ്ദേഹത്തിന് വിളക്ക് വയ്ക്കുക, എന്തെങ്കിലും നിവേദ്യങ്ങൾ വയ്ക്കുക, അത് വാർഷികമായിട്ടോ അല്ലാത്തതിനോ അതിന് ഉചിതമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യുക. ആ വീട്ടുകാരുടെ എല്ലാവരുടെ മനസ്സ്, എല്ലാവരുടെ ഐക്യം ആ ദേവനോട് കൂടി ഉണ്ടായിരുന്നു. ഐക്യം കൊണ്ട് അവർക്ക് ആ സ്വാമി ഇരിക്കുന്ന ഭാഗങ്ങൾ അടിച്ച് വൃത്തിയാക്കി ചാണം തെളിച്ച് എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോട് കൂടി വിളക്ക് വെച്ച്, ചുറ്റുവിളക്കാണ് ചുറ്റുവിളക്ക്, അല്ലെങ്കിൽ സാധാരണ ഒരു വിളക്കേ ഉള്ളൂ എങ്കിലും അത് വെച്ച് അതിന് കൃത്യമായിട്ട് അവർ പരിപാലിച്ചിരുന്നു. ആ പരിപാലനം ഇന്ന് പല കുടുംബത്തിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടേക്കാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ആ കുടുംബത്ത് പൂർവികരായിട്ട് ആചരിച്ചു കൊണ്ടുവന്നിരുന്നു പറഞ്ഞു. ആ മൂർത്തികൾ ചാത്തൻ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ചാത്തൻ മാത്രമായിരിക്കും. എന്നാലും ആ മൂർത്തിനെ വളരെയധികം ആത്മാർത്ഥമായിട്ട് അവർ പൂജിച്ചിരുന്നു. ആ ശക്തി കൊണ്ട് തന്നെ മറ്റേതൊരാൾ എതിർത്ത് വന്നാലും അതിനെ തടയാൻ പറ്റുന്ന പാകത്തില് ആ മൂർത്തി അവരോടുകൂടി ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ന് പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് പലരും ആ സ്വാമിനെ ആശ്രയിക്കുന്ന അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുന്നത്. ഇന്നതെനിക്ക് നടത്തി തരണം, ഇന്നതാണ് അവസ്ഥ, അല്ലെങ്കിൽ എനിക്കുമാതിരി കടണ്ട്, അല്ലെങ്കിൽ ലോട്ടറി അടിക്കണം, അത് അടിക്കണം, ഇത് അടിക്കണം, അല്ല അദ്ദേഹം എന്ന് പറയുന്നത് ഇതുപോലെയാണ്, അത്ര പൈസ തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് നടത്തി തന്നാലേ എൻ്റെ കാര്യങ്ങൾ നടക്കുമോ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കണവരുണ്ടായിരിക്കാം. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ചാത്തൻ സ്വാമി അത്രയും ശക്തമായിട്ട് അവിടെ കുടുംബത്തിരിക്കണമെങ്കിൽ ഓരോ വ്യക്തികളുടെയും ആത്മാർത്ഥമായിട്ടുള്ളതായ ഒരു ഇഷ്ടം അദ്ദേഹത്തിനോടുണ്ടായിരിക്കണം. അതിനെ കൃത്യമായിട്ട് പൂജിക്കണം. പലരും ചിലർ പേടിച്ച് പിന്മാറുന്നവരുണ്ട്. അയ്യോ ചാത്തനട്ടാ, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ചിലര് അതിനെ വളരെയധികം മോശമായിട്ട് കാണുന്നവരുണ്ടാവും. വിശ്വാസം ഇല്ലാത്തവരുണ്ട്, വിശ്വാസമുള്ളവരുണ്ടായിരിക്കും. ചിലപ്പോൾ മിക്കവാറും വിശ്വാസമുള്ളവരായിരിക്കില്ല അതിനെ പരിപാലിക്കുക, വിശ്വാസം ഇല്ലാത്തവർക്ക് അതിൽ കിട്ടുക. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു നടക്കണില്ല എന്നുള്ളൂ. ചിലപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരിക്കും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസം പോലുള്ള കാര്യങ്ങളൊക്കെ പരത്തുമ്പോൾ അതിനോട് എതിർപ്പുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പൊ ഈ ചാത്തൻ സ്വാമി നമ്മുടെ കുടുംബത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ, നിത്യം പൂജിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനെ തേടി ഒരുപാട് ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ വീടിന്റെ ഭാഗത്തുള്ളത്, ആ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ചാത്തൻ സ്വാമിക്ക് ഒന്ന് വെളുക്ക് വയ്ക്കണം. ഒരു തരക്കേട്ടില്ലാത്തൊരു അമ്പലപ്പേരൊക്കെ ഉണ്ട് വെച്ചെങ്കിലും, ഇനി അമ്പലം ഇല്ലെങ്കിലും അവിടെ വിശ്വസിച്ചാൽ, അവിടെ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇടാണ് വെച്ചാൽ അവിടെ ആളുകൾ വരും, ചോദിച്ചറിഞ്ഞു വരും. അപ്പൊ അദ്ദേഹത്തിനെ ആ ഒരു നാഴിയിരിക്കാനുള്ള ഒരു കാശും, അതേപോലെ തന്നെ ആ ദൈവങ്ങളെ പരിപാലിക്കുന്നതിനുള്ള എണ്ണയ്ക്ക് അല്ലെങ്കിൽ നിവേദ്യം വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തും. അപ്പൊ അത് വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാതിരുന്നാൽ മതി. മറ്റുള്ള ആളുകളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയും പോവും, അതേപോലെ തന്നെ സ്ഥാനങ്ങൾക്കും നാശം ഉണ്ടാകും, വിശ്വാസം ഉണ്ടാവില്ല ഒരാൾക്കും. അപ്പൊ പലരും അന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേട്ടാൽ അതിനെ ഒരു യുക്തിക്ക് അനുസരിക്കാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് അതിനെ പുറന്തള്ളുക അല്ലെങ്കിൽ വില വയ്ക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അത് കർമ്മീനായാലും ശരി.
അപ്പൊ ഈ മാന്യമായ രൂപത്തിൽ അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അവിടെ കുടിയിരുത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു, വാർഷികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ദൈവത്തിന്റെ കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ കുടുംബത്തേക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരാൾ വന്നു കർമ്മം ചെയ്യുന്നൊരു സ്ഥലമായിരിക്കാം, കർമ്മികൾ ഉണ്ടായിരിക്കാം. ഓ ഭഗവാനെ എന്ന് വിളിയോട് കൂടിയിട്ടാണ് ആരംഭിക്കുക. അത് കഴിഞ്ഞാൽ ആ വരുന്ന വ്യക്തിക്ക് ഇവർ നോക്കുന്ന ആളാണ്, ജ്യോത്സ്യനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വന്നു, എന്താണ് അവസ്ഥ, ഇന്ന് ആ കുടുംബത്തിൽ നടക്കുന്നത് എന്താണ്, അതിനെന്തെല്ലാം ചേരുവകൾ അല്ലെങ്കിൽ എന്തെല്ലാം സംഗതികളായിരിക്കും വന്ന് ചേർന്നിട്ടുണ്ട്, ഇതിനെ ഒഴിവാക്കാൻ പറ്റുമോ, ഒഴിവാക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം, ഇനി പ്രേതദോഷങ്ങളുണ്ടോ, സർപ്പദുരിതങ്ങളുണ്ടോ, മറ്റ് ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളുണ്ടോ, അപ്പൊ അതെന്താണ് ഏതാണെന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ കാണിച്ചു തരും. ഇനിയിപ്പോൾ അതെല്ലാം സംശയം ഉണ്ടെങ്കിൽ ഇന്നമാതിരി ദോഷങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ വ്യാഴം 6-8-12 വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൃത്യമായിട്ട് കാണാം. അപ്പൊ അങ്ങനെ ധർമ്മദൈവങ്ങളുടേതായ ദുരിതങ്ങളോ ശാപങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് തീർക്കാനായിട്ടുള്ളൊരു മനോഭാവം ആ വീട്ടുകാർക്ക് ഉണ്ടായിരിക്കണം. കാരണം ഒരു വ്യക്തിക്ക് ദുരിതങ്ങൾ വന്നു, ദുരിതത്തിന് മീതെ ദുരിതമാണ് വരണമെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്കാവില്ല, നാട്ടുദേവതയോ അല്ലെങ്കിൽ വഴിപാടുകൾ കൊടുത്തിട്ടോ അങ്ങനെ അവർ മുന്നേറാനായിട്ടുള്ള ശ്രമം നോക്കും. അപ്പൊ അത് ഒന്നും വിജയിക്കില്ല. കാരണം ശക്തനായിരിക്കുന്ന ബാധാമൂർത്തിയുള്ള ഉറവിടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ഇരിക്കുന്നതായ ദേവിദേവന്മാരൊക്കെ അവർ പടി പുറത്തിറങ്ങിയിരിക്കും. ഇവർക്കാണ് അവിടെ കൂടുതൽ ശക്തി ഉണ്ടായിരിക്കുക, ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളെ. അപ്പൊ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങളിലൂടെ അതിനെ നീക്കം ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല വെച്ചാൽ വളരെ പ്രശ്നം ഉണ്ടാകുക, ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പൊ ദൈവങ്ങൾക്ക് കർമ്മം ചെയ്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, കർമ്മം ചെയ്തൊരു വ്യക്തിയാ, ആ വ്യക്തി ഒരു 4-5 പേർക്ക് കർമ്മങ്ങൾ ചെയ്തു. ഇപ്പോൾ ഒരു ജ്യോത്സ്യനല്ല വിചാരിക്കുക, ജ്യോത്സ്യനല്ല അദ്ദേഹം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കർമ്മങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു നാളികേരത്തിൽ മുട്ടിറക്കി, അല്ലെങ്കിൽ ഭസ്മം ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ ചരടുണ്ടാക്കി കൊടുത്തു, അങ്ങനെ നീങ്ങുന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു 10-15 ആള് അല്ലെങ്കിൽ കുറെ ആളുകളൊക്കെ വരികയുണ്ടായി വിചാരിക്കുക. അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ദോഷങ്ങളാണ്. ആ ദോഷങ്ങൾ തീർക്കാൻ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ആളുകളല്ലേ വരണ എന്നുള്ളതിൽ അത് ഭയങ്കര ആഹ്ലാദമായിട്ട് കാണും. മറ്റുള്ളവരും വരണവരും കൂടുതൽ പൈസ ഒന്നും കൊടുക്കണ്ടാവില്ല. അതിൽ ദക്ഷിണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിന്നല്ലേ അശോകനല്ലേ, മോഹനല്ലേ, ചന്ദ്രനല്ലേ, അത്ര മതി എന്നുള്ളൊരു വില വയ്ക്കുന്നുണ്ടാവും. പക്ഷെ ഇതിനെ കൃത്യമായിട്ട് നോക്കിയറിഞ്ഞ് എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ, ഈ ലഗ്നത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്, പ്രേതദോഷത്തിനുള്ള കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളതായ ദുരിതങ്ങളുണ്ടോ, അതുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അതിനെ നീക്കം ചെയ്യുക. ആ നീക്കം ചെയ്തിട്ട് മൂർത്തികളെ കൃത്യമായിട്ട് പരിപാലിക്കാനുള്ളതായ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ ഈ ദൈവങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് മറ്റ് പ്രേതബന്ധങ്ങളോ സർപ്പദോഷങ്ങളോ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ചിലപ്പോൾ കുറ്റിയടിക്കുന്ന സമയത്ത് വേറൊന്നും മനസ്സിലായിണ്ടാവില്ല. പ്രതിഷ്ഠക്ക് വെച്ചതിന് ശേഷവും കൂടുതൽ അനർത്ഥങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ ഇരിക്കുന്ന ചാത്തൻ സ്വാമിക്ക് അവിടെ ഇരിപ്പുറക്കില്ല, അദ്ദേഹം അവിടെ മാറിക്കുന്നിടത്തോളം കാലം ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടും ഫലം ഉണ്ടാവില്ല. അപ്പോ ഈ ദോഷങ്ങളൊക്കെ തീർക്കുന്നതിന് മുൻപ് എന്താണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ആ പരിഹാരങ്ങൾ കൃത്യമായിട്ടുള്ളതായ പരിഹാരങ്ങൾ ചെയ്ത് ബന്ധനങ്ങളെ, സർപ്പദോഷങ്ങളെ, ദുരിതങ്ങളെ മാറ്റി, പ്രേതബന്ധങ്ങളെ മാറ്റി, ഇവരുടെ കുടുംബത്തില് ഇവർ മിണ്ടില്ല എന്ന് വിചാരിക്കുക. ഈ വ്യക്തികൾ കുടുംബക്കാർ തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരായിരിക്കും, ബന്ധുമിത്രാദികളായിരിക്കാം, അവരുടെ വീട്ടിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇവരുടെ വീട്ടിലല്ല, ഇവരുടെ തൊട്ടപ്പുറത്തെ വീട്ടില് ചേട്ടന്റെ വീടാവാം അല്ലെങ്കിൽ അനിയന്റെ വീടാവാം, അവിടെ ഒരു വ്യക്തി ദുർമരണം സംഭവിച്ചു. ആ ദുർമരണം സംഭവിച്ചു കഴിഞ്ഞാല് ഏകദേശം പെട്ടെന്ന് എത്തുക അവരുടെ ദൈവങ്ങളിലെത്തുക, ആ മുത്തച്ഛനോട് കൂടിയൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഇതിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ അത് പ്രേതബന്ധങ്ങള്, പ്രേതദുരിതങ്ങള്, അതും അശുദ്ധിയായിട്ടിരിക്കുന്ന ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാവുന്ന വെച്ചെങ്കിൽ ആ മൂർത്തികൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഇനി അവിടെ അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലം മറവ് ചെയ്തിട്ടുള്ള സ്ഥലമാണെങ്കിൽ തീരെ അവിടെ ഇരിക്കാൻ പറ്റില്ല, അനർത്ഥത്തിന്റെ കൂടായിരിക്കും അവിടെ ഓരോരോ പ്രശ്നങ്ങളായിട്ട്. അപ്പൊ ഈ ബോഡിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവങ്ങളുണ്ട്. ഈ മരണപ്പെട്ടു പോയിട്ടുള്ള തന്നെ ഈ ദേവിദേവന്മാരിലേക്ക് എത്തുക. അങ്ങനെ ആ ദേവിദേവന്മാരിലേക്ക് എത്തുമ്പോൾ അവരെന്നെ അറിയാത്ത മാതിരി പിന്മാറി നിൽക്കുന്ന ഒരവസ്ഥയാവും. അങ്ങനെ വരുമ്പോൾ ഇവിടെ കർമ്മം ചെയ്യുന്നൊരു വ്യക്തിയുടെ കുടുംബമാണ് വെച്ചെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് സഹകരിക്കാൻ പറ്റില്ല, ആ ദേവന് സഹകരിക്കാൻ പറ്റില്ല. കാരണം ഈ പൈശാചിക ശക്തിയുടെ ഒരു അശുദ്ധി എന്നുള്ള സംഭവം ഉണ്ട്. അത് വരുംതോറും ഇവര് ഒതുങ്ങി നിൽക്കില്ല, ഇവര് മാറി പോകും, പുറത്തേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ അടക്കം ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ
ദുരിതങ്ങളൊക്കെ തീർത്തതിന് ശേഷം ദൈവങ്ങളൊക്കെ കൃത്യമായിട്ട് ആചരിക്കുക, കൃത്യമായിട്ട് 2 നേരം വിളക്ക് വയ്ക്കുക, അത് നിത്യം നിവേദ്യം വയ്ക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചൊവ്വ വെള്ളിയ ദിവസങ്ങളിൽ വയ്ക്കുക, മാസത്തിലൊരിക്കൽ ചുറ്റുവിളക്ക് കഴിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടുതൽ കൂടുതൽ ശക്തി ചൈതന്യങ്ങൾ നമ്മളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങും. ഇനി നമുക്ക് വിഷമം, സങ്കടവും, ദുഃഖം, ദുരിതമൊക്കെ അദ്ദേഹത്തോട് പറയാം. കാരണം നമ്മുടെ സംരക്ഷിതാവാണ് അദ്ദേഹം. ആ സംരക്ഷിതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കെല്ലാം നടക്കുള്ളൂ. അപ്പം അതിനനുസരിച്ച് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക, അതിനെ പരിപാലിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് അനവധി ശത്രുക്കളുണ്ടെങ്കിലും അവരുടെ നല്ല മനസ്സുകൊണ്ട് അതിനൊന്നും കോട്ടം വരുത്താതെ കണ്ട് അവർ കാത്തുരക്ഷിക്കും. ഇനിയിപ്പോൾ ചാത്തൻ സ്വാമീനെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ചിലപ്പോൾ അവർ വീട്ടിലായിരിക്കും, വീടിന് പുറത്തായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ പുറത്ത് അവരുടെ ബൗണ്ടറിയിൽ മുറ്റത്തോ അല്ലെങ്കിൽ സൈഡിലും വെക്കാൻ സ്ഥല സൗകര്യം ഇല്ലാച്ചെങ്കിൽ മിക്കവാറും ചിലവർ അതിന് ഇരുത്താനായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അവരാളുകൾ വരുമ്പോൾ കാണണം, അങ്ങനെയുള്ളവരായിട്ട് വെച്ച് പറയുള്ളൂ. എങ്കിലും അവരുടെ വീടിൻ്റെ മുന്നിലാവും, അല്ലെങ്കിൽ കന്നിരാശിയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീടിനകത്തായിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് എന്തായാലും വീടിൻ്റെ അകത്തിരിക്കുന്നവരൊന്നും ആ ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വിഷമം ഉണ്ടാക്കുള്ളൂ. പൂജാമുറിയായാലും അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ വീടൊക്കെ തൊട്ടിക്കൂട്ടുന്ന ഇപ്പോൾ അവിടെ പാടില്ലാത്തൊരവസ്ഥ വന്നു, പീരീഡ്സായി. അപ്പോൾ അവരോട് ഇറങ്ങി പോകാനായിട്ട് പറയാൻ പറ്റില്ല. വേറെ വീട്ടിൽ ചെന്ന് കിടക്കാൻ ഇപ്പോഴത്തെ കാലത്തൊന്നും ശരിയാകില്ല. അപ്പോൾ ധർമ്മദൈവാദികളുള്ളതായ അവർക്ക്, ധർമ്മദൈവങ്ങൾക്ക് പ്രത്യേകിച്ച് ചാത്തൻ സ്വാമിക്കും അല്ലെങ്കിൽ ചൊവ്വ ഇവർക്കൊക്കെ, അപ്പം ഇത് ഇവരുടെ വീടിനകത്താണ് വെച്ച് പൂജിക്കുന്നതായിരിക്കുക. അപ്പോൾ പുറത്ത് ഒന്നും വെക്കാനും സൗകര്യമില്ല. അപ്പോൾ വീടിൻ്റെ അകത്ത് ഒരു ശില വെച്ചു. ശില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചലോഹത്തിൻ്റെയോ അല്ലാതെയോ ഓടിൻ്റെയോ ഒക്കെ ശിലകൾ കിട്ടും, വിഗ്രഹങ്ങൾ. അപ്പോൾ ആ വിഗ്രഹം ശരിക്കും അവരിഷ്ടം കൊണ്ട് അവിടെ കൊണ്ടുപോയിക്കുണ്ടാവുക. അതിന് അശുദ്ധികളെ ഏൽക്കാതെ. അപ്പോൾ പീഡ്സ് ആയിട്ടുള്ള ആളുകളാണ് ആ വീട്ടിൽ പെരുമാറുന്നത്. ഇപ്പോൾ ദൈവങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഒരു മരണം നടന്ന വീട്ടിൽ പോയിട്ടാണ് അവർ വന്നിട്ടുള്ളത്, കുളിക്കാണ്ടൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ അതൊക്കെ ആ ശക്തിനെ, ആ ദേവശക്തിക്ക് അലോഗ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം അത് ചിലപ്പോൾ ചുടുകാട്ടിലിരിക്കണ്ടാവും, ചിലപ്പോൾ ചാത്തരിക്കില്ല, എങ്കിലും അതങ്ങനെയാണ്. അങ്ങനെ ഇരുത്തിയുണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ അതിനോടുകൂടി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുക, ചുടുകാടിനോട് കൂടിയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവർ ഗുരുമുത്തച്ഛന്മാരൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള ചിലപ്പോൾ ഇരിക്കാം. അതും പക്ക ചുടുകാട്ടിലിരിക്കുമ്പോൾ ദോഷങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഈ അശുദ്ധികൾ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ ദേവിദേവന്മാർക്ക് അവരുടേതായ ചൈതന്യം നമുക്ക് തരുന്നതിനായിരിക്കും ഉണ്ടാകുന്നതിന് കുറവുകളുണ്ടാവും. പിന്നെ ഒരു കർമ്മിയാണ്, ആ കർമ്മിയുടെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നാളികേരത്തിലേക്ക് മുട്ട വയ്ക്കുന്നുണ്ട്, നാളികേരത്തിൽ അതിലേക്ക് ആവാഹിച്ചിട്ട് മുട്ടടിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്യുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ വരുന്ന വ്യക്തികളുടേതായ ആ ചാത്തൻ്റെയോ മറ്റു പ്രേത ദുരിതങ്ങളോ രക്ഷസിൻ്റെയോ കരുനാഗങ്ങളുടെയൊക്കെ ദുരിതങ്ങൾ ഈ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് ഇതിൻ്റെ മൂർത്തിയിലേക്കാണ് വിലയം പ്രാപിക്കുക. വരുന്ന ആളുകൾക്ക് സുഖവും, പക്ഷേ ഈ വീട്ടുകാർക്ക് അത് താങ്ങാൻ പറ്റാത്ത ലോഡായിട്ട് വരിക ദൈവങ്ങൾക്കും. അപ്പം അങ്ങനെയുണ്ട് വെച്ചെങ്കിൽ ആ ദുരിതങ്ങൾ മാറാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ ദുരിതങ്ങൾ മാറുക, പ്രത്യേകിച്ച് വിഗ്രഹം പോലുള്ള കാര്യങ്ങൾ വീടിനകത്ത് വെക്കാതിരിക്കുക. ഒരു ഫോട്ടോ സാധാരണ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ ആ വിഗ്രഹമായിട്ട് വരുമ്പോൾ അതിനെ കൃത്യമായിട്ടുള്ള ആചാരങ്ങൾ കാണാൻ, തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊണ്ടുവന്നു ഒരു മാസമൊക്കെ പൂജിച്ചു, പിന്നെ അവിടേക്ക് നോക്കണമില്ല, വെളുക്കും വയ്ക്കണില്ല. അങ്ങനെ വരുമ്പോഴും അനർത്ഥങ്ങളുണ്ടാകുക, ദോഷങ്ങളുണ്ടാകുക. ആ വീടിൻ്റെ നല്ലതായ സന്തോഷത്തിന്, നല്ലൊരു സമാധാനത്തിന്, അല്ലെങ്കിൽ ആ സ്ത്രീ അവിടെ ആ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ സർവം ദോഷങ്ങളുണ്ടാകുക. അപ്പോൾ അത് വീടിൻ്റെ അടുത്ത് വെക്കുമ്പോൾ അനർത്ഥങ്ങളുണ്ടാകും. അത് പുറത്തായാലും കൂട്ടിത്തൊടാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാം. പിന്നെ വാർഷികമായിട്ട് കർമ്മം ചെയ്യുക. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചാത്തൻ സ്വാമിക്ക് കോഴീനെ അറക്കണം, കള്ള് വെക്കണം, ഗുരുതി വെക്കണം, വറപ്പൊടി ഉണ്ടാക്കണം, തവിട്, അതൊക്കെ ചേർത്ത് വെക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ഒന്ന് മുറുക്കാൻ വെക്കും. പിന്നെ പലതരത്തിലുള്ള പലഹാരങ്ങൾ വെക്കുന്നവരുണ്ട്, ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ ശക്തിനെ പരിപോഷിച്ച് കൊണ്ടുവരുമ്പോഴാണ് അതിനെ ശരിயான രൂപത്തിലുള്ള ശക്തി ഉണ്ടാകുള്ളൂ. വീട്ടുകാരനെ അനുഗ്രഹിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കള്ള്, മധു, മാംസം ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ധർമ്മദൈവാദികളെ തന്നെ പരിപാലിക്കുക. ആ ധർമ്മദൈവാദികളെ പരിപാലിക്കാതെ വേറെ എവിടെ കൂടി നടന്നിട്ട് ഒരു കാര്യമില്ല. ആ ധർമ്മദൈവാദികളുടെ അനുഗ്രഹങ്ങൾ വേണം. ആ അനുഗ്രഹം ഉണ്ട് വെച്ചെങ്കിൽ എന്തൊരു കാര്യം തൊട്ടാലും അതുകൊണ്ടൊക്കെ വിജയിക്കും. ഇല്ലെങ്കിലോ
ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും വളരെ 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 ദുരിതങ്ങളായിട്ട് മാത്രമേ പോകുള്ളൂ. അപ്പം ഇത്തരം വീടുകളൊക്കെ ഉണ്ട്, വീട്ടുകാരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വര അനുഗ്രഹത്താൽ ശത്രുദോഷങ്ങൾ തീർത്ത് കർമ്മ തടസ്സങ്ങൾ മാറി അവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണേ. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.